ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയൊക്കെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്ലസൻറ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്കൊരു വ്ളോഗിലൂടെ കണ്ടാലോ? ബിഫോർ ദാറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓരോ ചെറിയ ചെറിയ സപ്പോർട്ടാണെങ്കിൽ പോലും ഇറ്റ് മീൻസ് എ വേൾഡ് ടു മീ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്ന് നേരത്തെ സുബഹിക്ക് എണീറ്റ ടൈമിൽ ഞാൻ ബില്ലുവിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നതാണ്. ഇത് എല്ലാ ദിവസവും കണ്ടുവരുന്ന ഒരു സംഭവമൊന്നുമല്ല. ബില്ല് തന്നെയാണ്. ബില്ലു രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നതും ഒരു ഹെൽപ്പും എന്നോടത്ത് ചോദിക്കാറില്ല. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും എൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറയാറില്ല. കാരണം കുറച്ച് നേരത്താണ് പോകുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ ടൈമിലൊന്നും ഫുഡ് ഉണ്ടാക്കാറില്ല, കുക്ക് ചെയ്യാറില്ല. ഞാൻ നല്ല ഉറക്കമായിരിക്കും ആ ടൈമിൽ. അപ്പോൾ എന്നെ അതിനൊന്നും ഒരു കമ്പൽ ചെയ്ത് അത് ചെയ്യണം എന്ന് ഒരു നിർബന്ധം പറയുന്ന ഒരാളല്ല ബില്ലു. അപ്പോൾ ഇന്നൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ എല്ലാം പ്രിപ്പയർ ആക്കി വെച്ചിട്ട്, അതായത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തു, ഡ്രസ്സ് എടുത്ത് വെച്ചു, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ വീണ്ടും ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു തലവേദന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയതാണ്. പിന്നെ ഈ കാണുന്ന ഒരു ഫേഷ്യൽ ഫോം ഞാനിപ്പോൾ 2 ദിവസമായുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതെൻ്റെ ബ്രദർ തായ്ലൻഡ് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ നാട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ക്ലെൻസ് ചെയ്യും നമ്മുടെ ഫേസ്. നമ്മളൊരു ഡോട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫേസ് തോന്നിക്കും. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ചെയ്തു വരുന്നൊരു കാര്യമാണ് ഫേഷ്യൽ മസാജ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമോ, ഇതിൻ്റെ റിസൾട്ട് എന്താ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടു ബി വെരി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര വിസിബിളായിട്ടുള്ള ഒരു റിസൾട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഫേഷ്യൽ മസാജ് ടൂളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടൂള് ഞാനിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് ഓൺലൈനിൽ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കണം എന്നുണ്ട്. കാരണം ഇറ്റ് ഹെൽപ്സ് ആക്ച്വലി. ബട്ട് അത്ര നമുക്ക് വിസിബിളായിട്ട് നമുക്ക് ചേഞ്ചസ് നമ്മുടെ ഫേസിൽ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. മേ ബി എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇത് കഴിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ചെയ്യാനൊക്കെ ഒരു മടിയുള്ളൊരു കൂട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന വഴി ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് ഒക്കെ ബോഡിക്ക് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ അങ്ങനെ കഴിക്കുന്നത്. ശരിക്കും നമ്മുടെ വിശപ്പൊന്നും മാറില്ല. എനിക്കറിയാം, നമ്മളൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഫ്രൂട്ട്സ് മാത്രമായിട്ടൊക്കെ കഴിക്കുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് ഞാനിപ്പോൾ അതിങ്ങനെ ശീലാക്കി കൊണ്ടുവരാണ്. കാരണം നമ്മൾ 3 നേരവും ഇങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നതിലും ബെറ്റർ നമ്മൾ രാവിലെ എന്തെങ്കിലും മിനിമലായിട്ട് കഴിച്ചിട്ട് ഒരു നേരം നല്ല ഹെവി ആയിട്ട് കഴിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടമുള്ളതും. ആൻഡ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്കിപ്പോൾ അത് ശീലമായി വന്നതുകൊണ്ടായിരിക്കും മേ ബി അത് ഓക്കെയാണ് എനിക്ക്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് ഈവനിങ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചു വരണം. കുറച്ച് നേരം, ഒരു 1 or 2 hours തിരിച്ചു വരും. ഓൾസോ എൻ്റെ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഞാൻ എന്തെങ്കിലും ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ നാച്ചുറലി എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ഹെയറിൽ ഇതുവരെ ഹെയർ കട്ട് ചെയ്യാല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാനായിട്ട് ഉമ്മ സമ്മതിക്കുകയില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട്. പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ ഹെയർ എപ്പോഴും നാച്ചുറലായിട്ട് ഇരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു 1 hourലേക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ബ്ലോണ്ട് ചെയ്തിട്ടു. അത് ടെമ്പററി ആയിട്ട്. അതാ ജസ്റ്റ് ഹെയർ കട്ടിൻ്റെ കൂടെ അവർ ചെയ്തതെന്നാണ്. അതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
ബഹ്റൈൻ ഒരു ചെറിയൊരു രാജ്യമാണ്. നമുക്ക് എപ്പോഴും എപ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ പോയി കാണാനോ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ഒന്നുമല്ല. എന്നാലും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലീവ്. നമ്മൾ മനസ്സമാധാനത്തോടു കൂടി വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ബഹ്റൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോയൊരു പ്ലേസ് ഭയങ്കര ഒരു പോഷ് ഏരിയ ആണ് കേട്ടോ. ഒരു കഫേസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സ്കൂളൊക്കെ വരുന്നത് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. നമ്മളവിടെ ഇറങ്ങിയില്ല, കാരണം അവിടെ ഇറങ്ങാൻ നേരത്തേക്കും ആല നന്നായിട്ട് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മളല്ലെങ്കിലും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയതല്ല, ചെറുതായിട്ട് വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നമ്മൾ ഇതുവരെ വരാത്തൊരു വഴിയാണ് വന്നത്. ആൻഡ് നമ്മളെ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഫീൽ പോലെ, അത് നമ്മുടെ ഈ നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ പോയില്ലേ, ലൈക്ക് ആ ഒരു സംഭവം പോലെ തോന്നിയിട്ടോ. അതിനുശേഷം തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വോമിറ്റ് ചെയ്തു, കാരണം എനിക്ക് കുറച്ച് ദൂരം അധികം ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്കെന്തോ വയ്യാണ്ടായി. അപ്പോൾ അതുകൊണ്ട് ബില്ലു വന്നിട്ട് ബില്ലു പറഞ്ഞു ബില്ലു മുട്ട പൊരിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബില്ലു ആണ് അടുക്കളയിൽ കയറിയത്. അതിൻ്റെ കാഴ്ചകളാണിത്. അങ്ങനെ എപ്പോഴും അടുക്കളയിലൊന്നും കയറാറില്ല. പിന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന്. അപ്പോൾ ഇന്ന് ഈവനിങ് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചെറുതായിട്ട് എല്ലാം ഒന്ന് ക്ലീനൊക്കെ ആക്കിയിടാമെന്ന് വിചാരിച്ച് നമുക്കിനി ക്ലീനിങ് പരിപാടികളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും മ്യൂസിക് കേട്ടുകൊണ്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. മ്യൂസിക്കൊക്കെ കേട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ് കേട്ടോ. നമ്മളെന്തോ ഫിലിമിലൊക്കെ ആക്ട് ചെയ്യണ പോലെയൊക്കെ നമുക്ക് തോന്നും. എന്നെ പോലെ തോന്നുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. നമ്മളെ തന്നെ ആരോ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, കാരണം അത്ര ഒന്നും മെസ്സി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്ത് പോയതിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നീറ്റാക്കി ഒതുക്കി വെച്ചു. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് എവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഇതെല്ലാം സെപ്പറേറ്റഡ് ആണ്. അതായത് ഈ ടേബിൾ അയക്കുന്നതാണ്, ചെയേഴ്സ് അയക്കുന്നതാണ്, എല്ലാം ഇതൊരു കംപ്ലീറ്റ് സെറ്റായിട്ട് വരുന്നതല്ല. നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് പിക്ക് ചെയ്ത് വാങ്ങിച്ചതാണ്. അവർ ഡിസ്പ്ലേ ഇട്ടേക്കുന്നതും ഈ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ 25 വീഡിയോ എന്താണ് ടേബിളിൽ വരുന്നത്. ഇതിനേക്കാളും വലിയ സൈസ് ടേബിളും ഉണ്ട്, ഇതിലും ചെറിയ 2 സീറ്റർ ആയിട്ടുള്ള ടേബിളും ഉണ്ട്. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് 2 സീറ്റർ ഒന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 സീറ്റർ തന്നെ വാങ്ങിച്ചത്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് വാങ്ങിച്ചിട്ട് അറൗണ്ട് ഒരു 2 years ഒക്കെ ആവാറായി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെച്ചു. കാരണം നമ്മൾ വന്നു കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ ആദ്യം എന്ന് വിചാരിച്ചു. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇവിടുന്ന് വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ആദ്യം തന്നെ ഫുഡ് കഴിച്ച് കുറേ നേരം ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തു. റൊമാൻസിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹലക്ക് വേണ്ടിയിട്ട് ഒരു കുനാഫയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുനാഫ നല്ല സിമ്പിൾ ആൻഡ് ബെസ്റ്റ് കുനാഫയാണ് കേട്ടോ. ഹലക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും ഓക്കെയാണ്, ഇഷ്ടമാണ്. പക്ഷേ വലിയൊരു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത്ര ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് പിന്നെ അവൾ എവിടെയെങ്കിലുമൊക്കെ അവളുടെ ലോകത്തിൽ നടന്നോളൂ അതൊക്കെ കഴിച്ചിട്ട്. പിന്നെ അവൾക്ക് ഈ ഫ്രണ്ട്സൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് മെയിനായിട്ട്. കാരണം അവൾക്ക് ഞങ്ങളെക്കാളും കൂടുതൽ അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാനും അവരുടെ അടുത്ത് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഞങ്ങളെ തന്നെ കണ്ട് അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്സൊക്കെ വന്നു, കുറേ നേരം സംസാരിച്ചു, കുറേ ചിരിച്ചു. ഞാൻ പറഞ്ഞ പോലെ കുറേ ദിവസങ്ങളായിരുന്നു ഞങ്ങളെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഇന്നാണെന്ന് നടന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ.
അങ്ങനെ അവർ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഹാല അവരെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു. കാരണം ഹാലക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കുറേ നാളായിരുന്നു കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാളും ഹാലക്ക് കൂടുതലൊരു കളിക്കാനും അതുപോലെ അവൾക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടുന്ന അവരുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല, അവരെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് വിടുന്നതാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ താഴെ വരെ അവരുടെ കൂടെ പോയിട്ട് അവളെ പിക്ക് ചെയ്തെടുത്തിട്ട് വന്നു. നല്ല കരച്ചിലൊക്കെ ആയിരുന്നു, പക്ഷെ എന്തായാലും കുഴപ്പമില്ല, കുറേ നേരം അവൾ സന്തോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നെക്സ്റ്റ് എന്താണ് കാണേണ്ടത്, ഏത് ടൈപ്പ് വീഡിയോ ആണെന്നൊക്കെ പറയാം. ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ആൻഡ് ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.